നമസ്കാരം. പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു പ്രധാന വിഷയം ജ്യോതിഷത്തിൽ നക്ഷത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രവചനങ്ങളും അനുബന്ധിച്ച പരിഹാരങ്ങളും ദോഷങ്ങളുടെ അടിസ്ഥാനപരമായ വസ്തുതയുമാണ്. എത്രത്തോളം നക്ഷത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള പരിഹാരങ്ങളിലൂടെ ശാശ്വതമായ മാറ്റം കാണുന്നു, അതിന് അടിസ്ഥാന തത്വം എന്താണ് എന്നുള്ളതാണ്. ഒരു വശം നോക്കിയാൽ ജ്യോതിഷത്തിൽ നക്ഷത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള പരിഹാരങ്ങളും പ്രവചനങ്ങളും അടിസ്ഥാനരഹിതമാണ്. നക്ഷത്രത്തേക്കാൾ ആ നക്ഷത്രം ചെന്നെത്തിയ കാലത്തെ ഗ്രഹസ്ഥിതിയാണ് ആ വ്യക്തിയെ കൂടുതൽ സ്വാധീനിക്കുന്നത്. അങ്ങനെ സ്വാധീനിക്കുന്ന ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് വേണം ജന്മഗ്രഹസ്ഥിതിയും പ്രത്യക്ഷത്തിലുള്ള ഗ്രഹസ്ഥിതിയും വളരെ വിശാലമായി പരിശോധിച്ച് ഗ്രഹങ്ങളുടെ ചലനം, ചില പ്രധാനപ്പെട്ട യോഗങ്ങൾ സഞ്ചരിക്കുന്ന ദശയാണെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ളതായ ഫലപ്രാപ്തി, ഫലങ്ങൾ, യോഗങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നില്ല. അതിനെയാണ് പ്രത്യക്ഷത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും കൂടി കണക്കിലെടുക്കണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ പ്രത്യക്ഷത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില വ്യക്തികൾക്കുണ്ടാകുന്ന നല്ല നല്ല ഭാഗ്യയോഗങ്ങളും ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ദുരിത യോഗഫലങ്ങളും ഈ മാർച്ച് 29 ശേഷം ത്തോടുകൂടി സംഭവിക്കുന്ന വലിയ ഒരു ഗ്രഹ സംഗമം ഇതിനെയൊക്കെ മാറ്റിമറിക്കും. അതുകൊണ്ട് തന്നെയാണ് വ്യക്തികളെ സ്വാധീനിക്കുന്നത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് തന്നെയാണ് എന്നതും, ഗ്രഹങ്ങളെയാണ് വേണ്ട വിധം പ്രാർത്ഥനയും പ്രീതിയും വരുത്തേണ്ടത്, പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്യേണ്ടത് ഗ്രഹങ്ങളുടെ അനുകൂലം പ്രതികൂലം അവസ്ഥകളെ പൂർണ്ണമായും മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ജ്യോതിഷം വ്യക്തമാക്കുന്നത്. ഇന്ന് വിശാലമായി ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, ചിന്തിക്കാം, പരിശോധിക്കാം. ശാശ്വതമായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതും ചിന്തിച്ചെടുക്കാം. നന്ദി, നമസ്കാരം.